Watch India's largest kids library only on Jio Hotstar. Download the app now. ഇത് എക്സ്ട്രീം സിറ്റിയുടെ അപകടം പിടിച്ച മാർക്കറ്റാണ്. ഇതാണ് ചോർബോട്ട് മാർക്കറ്റ്. ഇവിടെ ഓരോ ചുവടും സൂക്ഷിച്ചു വേണം വയ്ക്കാൻ. ഇവിടെ എപ്പോഴാണ് നിങ്ങളുടെ സാധനങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്ത് ആരാ വിൽക്കുന്നതെന്ന് പോലും നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ റോബോട്ടിനെ പോലും ഡിസ്മാൻഡിൽ ചെയ്താണ് വിൽക്കുന്നത്, കേട്ടോ? പിന്നെയാണ് നിങ്ങളുടെ സൈക്കിൾ. വളരെ സൂക്ഷിക്കണം, കേട്ടോ? ഇപ്പോ നീ കണ്ടോ ഇവിടെ റോബോട്ടിനെ എങ്ങനെയാണ് ഡിസ്മാൻഡിൽ ചെയ്യുന്നത് എന്ന്? ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാ. ഇവിടെ വളരെ ശ്രദ്ധ വേണം, ശിവ. എന്തിനാണ് ഇങ്ങനെ കവറിട്ട് നടക്കുന്നത് കിങ് ഗോഗു? ഇതിന്റെ മുമ്പിലൊക്കെ ഞാൻ കിങ് ഗോഗു ആവരുത്. സാധാരണ സിറ്റിസൺ ആയിരിക്കണം ഞാൻ വളരെ സ്പെഷ്യലായ ജെറ്റ് ബൂട്ട് അന്വേഷിക്കുകയാണ്. ഈ കടയിലുണ്ടോന്ന് നമുക്ക് പോയി നോക്കാം. ചിലപ്പോ എനിക്ക് ജെറ്റ് ബൂട്ട്സ് ഈ കടയിൽ നിന്ന് കിട്ടുകയാണെങ്കിലോ? ജെറ്റ് ബൂട്ടാ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എത്ര വലിയ ഭാരമുള്ള സാധനമാണെങ്കിലും ജെറ്റ് ബൂട്ടിന് തീർച്ച ഈസി ആയിട്ട് പൊക്കാൻ പറ്റൂന്ന്. അതായത് റോബോട്ട് മെമ്മോ കൊണ്ടുണ്ടാക്കിയ ആന. നിങ്ങളത് കണ്ടോ? അവിടെയാണ് റോബോട്ടിനെ മസാജ് ചെയ്യുന്നത്. ശരി ശിവ, നീ പോയി ഷൂസ് അന്വേഷിച്ചോ. അതുവരെയ്ക്കും ഞാനൊന്ന് പോയി മസാജ് ചെയ്തിട്ട് വരാം. എന്നാ പിന്നെ മസാജ് അങ്ങോട്ട് തുടങ്ങട്ടെ. അല്ല, മസാജ് ചെയ്യുവാണോ അല്ലെങ്കിൽ എന്റെ കഴുത്തൊടിക്കാൻ നോക്കുവാണോ? അല്ല, എന്റെ തല. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്റെ ബോഡി കവറിലേക്ക് എറിഞ്ഞല്ലോ. ശിവ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. എന്നത്തോടെ എന്റെ കഥ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഈ ലോകം മുഴുവനും ഇതുപോലത്തെ ഈ ഒരൊറ്റ ബൂട്ട്സേ ഉള്ളൂ. പക്ഷെ ശിവ, ഈ ബൂട്ട്സ് കണ്ടിട്ട് വളരെ പഴയതാണെന്ന് തോന്നുന്നു. ആരോ നിന്നെ ശരിക്കും പറ്റിച്ചിട്ടുണ്ട്. രേവാ, നിനക്ക് ശരിക്കും ഒന്നും അറിയില്ല. കിങ് ഗോഗു, ഇവരെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഈ ജെറ്റ് ബൂട്ട്സിന് എന്തെല്ലാം ഉപയോഗം ഉണ്ടെന്ന്. കിങ് ഗോഗു, കിങ് ഗോഗു. ശിവ, കിങ് ഗോഗു മസാജ് പാർലറിലേക്ക് പോയിരിക്കല്ലേ? ഒന്ന് കോൾ ചെയ്താലോ? ഏയ് ചിപ്പി, ഒന്ന് ചെക്ക് ചെയ്യ്. കിങ് ഗോഗു ഇപ്പൊ എവിടെയുണ്ട് നോക്ക്. പക്ഷേ ഒരു കിങ് ഗോഗുന് 2 സിഗ്നൽ എന്താ വരുന്നത്? പക്ഷേ 2 സിഗ്നലും വളരെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കിങ് ഗോഗുന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണോ? കിങ് ഗോഗുനെ ഇവിടെ ഉള്ളവരൊക്കെ അഴിച്ചു പിരിച്ച് വിറ്റുവാൻ ശ്രമിക്കുന്നുണ്ടോ? നമുക്ക് കിങ് ഗോഗുനെ രക്ഷിക്കണം, കേട്ടോ? ശിവ, നീ പറയുന്നത് ശരിയാണ്. കിങ് ഗോഗുവിനെ 2 പാർട്സ് ആയി ഡിവൈഡ് ചെയ്തു. കിങ് വേറൊരു സ്ഥലത്തും ഗോഗു വേറൊരു സ്ഥലത്തും. ഇത് കൊള്ളാം. ഏയ് ആദി, എന്താണിത്? കിങ് ഗോഗുനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കളിയാക്കാൻ പാടില്ല. ചിപ്പി, നീ പറഞ്ഞത് ശരിയാ. ഇവിടെ കിങ് ഗോഗുനെ പാർട്ടായിട്ട് വേർതിരിച്ച് വിൽക്കാനായിട്ട് ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വരൂ കൂട്ടുകാരെ, നമുക്ക് പോയി രക്ഷിക്കാം. കിങ് ഗോഗുവിന്റെ ബോഡി നേരെ പോകുന്നു, പക്ഷേ തല കൂടെ ഇല്ലാന്ന് തോന്നുന്നു. അവിടെ നിൽക്കോ. കിങ് ഗോഗുവിന്റെ ബോഡിയായിട്ട് നിങ്ങൾ എങ്ങോട്ടാ ഓടിപ്പോകുന്നേ? അവിടെ നിൽക്കാൻ. കിങ് ഗോഗുവിന്റെ ബോഡി മര്യാദയ്ക്ക് തന്നിട്ട് പോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ ഈ ബോഡി ഇപ്പൊ ചോർബോർഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്, അറിയോ? ഞാനിത് നിനക്ക് തരില്ല. ഓടാ. ഒരിക്കൽ പോലും വിചാരിച്ചില്ല കിങ് ഗോഗുവിന്റെ കൈ കൊണ്ട് ശരിക്കും ഒരു അടി മേടിക്കുന്നു. ഓ എന്റെ ഫ്രണ്ട്സ്, ഞാൻ കിങ് ഗോഗുവിനിട്ട് തല്ലിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരമായിരിക്കും മോശമായി പോവുക. സംസാരിച്ച് കാര്യമൊക്കെ സോൾവ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. വരും ശ്രമിക്കാം. നോക്കൂ അങ്കിൾ, നിങ്ങൾ തന്നെ പറയൂ, കിങ് ഗോഗുവിന്റെ ബോഡിക്ക് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. എനിക്ക് റോബോട്ട് മതി. വേണ്ട ശിവ. എന്ത്? ചിപ്പിയോ? എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് എന്റെ ചിപ്പിയെ തരാൻ പറ്റില്ല. ചിപ്പി ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാണ്. എന്നാ പിന്നെ സൈക്കിൾ, എനിക്ക് ആ സൈക്കിൾ മതി. ശിവ. ശരി, കിങ് ഗോഗുവിന് വേണ്ടി ഇത് ഞാൻ ചെയ്തിരിക്കും.
കിങ്കോഗോവിന്റെ ബോഡി കിട്ടി. ഇനിയിപ്പോ ഇതിന്റെ തല അന്വേഷിക്കണം. ഞാൻ ലൊക്കേഷൻ നോക്കട്ടെ. ലൊക്കേഷൻ ഇത് തന്നെയാണല്ലോ. ചിലപ്പോ ഇവിടെ അടുത്തെവിടെങ്കിലും കാണാനുണ്ട്. ശിവ, എനിക്കറിയാം നീ എന്നെ നോക്കി വരുമെന്ന്. ശിവ, ശിവ. കിങ്കോഗു, എവിടുന്നാണ് ആ ശബ്ദം വരുന്നത്? എന്റെ ശിവ, ഞാൻ ഇവിടെയാണ്, താഴെ. അല്ല കിങ്കോഗു, ദേ ഇവിടെ തന്നെയുണ്ട്. എന്തായാലും അങ്ങേ കിട്ടിയത് ആരാണ് ഈ കിങ് കബാഡയുടെ സ്ഥലത്തുള്ളത്? മോഷ്ടിക്കാൻ വന്നതാണോ? ഞങ്ങളിവിടെ കിങ്കോഗുന്റെ തല കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. കിങ് ഗോഗു ആണോ? എന്നാൽ ഈ തലയ്ക്ക് പകരം എനിക്ക് വേറെ എന്തെങ്കിലും തന്നേ പറ്റൂ. വിലപിടിപ്പുള്ളത്. അല്ല, ഈ ഊടി വെറുതെ കളിയാക്കിയത്. ഇവിടെ ആകെ ഒരു കിങ്ങല്ലേ ഉള്ളത്. അല്ല, ഇത് ശരിക്കും കിങ് ഒന്നും അല്ല. ഇത് വെറുമൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതിന്റെ തലയ്ക്ക് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ ചെരിച്ചോണ്ടിരിക്കും. നീ എന്നെ വേസ്റ്റ് എന്ന് പറഞ്ഞു. എന്നെ നാണം കെടുത്തി. ഓ കിങ്കോഗു, ഒന്ന് മിണ്ടാതിരിക്കെ. കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കെ. അതെ, ഈ യൂസ്ലെസ് തലയ്ക്ക് പകരം എന്താണ് അവിടത്തേക്ക് വേണ്ടതെന്ന് പറഞ്ഞാലും. എന്നാ പിന്നെ നിന്റെ കയ്യിലുള്ള വാച്ച് തരൂ. കിങ്കോഗു, ഓ നീ ഒന്ന് മിണ്ടാതിരിക്കും ശിവ. കുറെ നേരമായി നീ എന്നെ നാണം കെടുത്തിയത്. ഡ്യൂപ്ലിക്കേറ്റ്, ഒരു കാശിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞില്ലേ? ഈ കിങ്കോഗുവിന് ഒരുത്തനെയും പേടിയില്ല. കിങ്കോഗു, ഇത് കിങ്കോഗുവിന്റെ തലയാണോ? അപ്പോ നല്ല വിലയുള്ളത്. എന്തായാലും നന്നായി. ഇവിടെ വന്നിട്ട് ഇതെല്ലാം മോഷ്ടിക്കാൻ നിൽക്കുവാണല്ലേ? പറ്റിക്കാൻ നോക്കണ്ട. അതെ, ഇതാ പിടിക്ക്. വേണ്ട, എന്നെ പോകാൻ അനുവദിക്കൂ. സൈക്ലോൺ, എന്റെ അടുത്ത് തിരിച്ചു വരൂ. ചതിച്ചു, ആ കുട്ടികളെ ചതിച്ചു. അപകടം ശിവ. കിങ് കബാഡ എല്ലാ സൈക്കിളും തിന്നു. അത് സാരമില്ല. കുട്ടി, നീ ശരിക്കും ഒരു മണ്ടനാണ്. കിങ് കബാഡ, കുട്ടി എന്ന് വിളിക്കരുത് എന്നെ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഞാനല്ല, നിന്നെ ഈ ജെറ്റ് ബൂട്ട് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കും. അത്ര ധൈര്യമുള്ളവനാണെങ്കിൽ ഈ ബൂട്ട്സിന്റെ പുറത്തൊന്ന് കയറി നിന്ന് നോക്ക്.
കിങ്കോകുന്റെ തല. ഞാൻ വേഗം തന്നെ കിങ്കോകുവിന്റെ ബോഡി എത്തിക്കാം. ആഹാ, അവസാനം എന്റെ തല ശരിക്കുള്ള സ്ഥാനത്തായി. പഴയ കിങ്കോകു ആയപ്പോ വളരെ സുഖം തോന്നുന്നു. ഈ കബാഡ എടുത്തുകൊണ്ട് പോകൂ. ഇപ്പൊ ഇത് കിങ് കബാഡ അല്ലല്ലോ. എന്താ ശരിയല്ലേ പറഞ്ഞത്? എന്താ എന്താ എന്റെ ബോഡി പാർട്സ് മര്യാദയ്ക്ക് തിരിച്ചതാ. ഇതിപ്പോ കിങ് അല്ല, വെറും ഒരു കബാഡയാണിത്. ഒരു കാച്ചിനും കൊള്ളാത്ത കബാഡ. Watch India's largest kids library only on Jio Hotstar. Download the app now.